മൈഗ്രെയിൻ തലവേദന ഒരുപാട് ആളുകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് മെഡിസിൻസ് അല്ലെങ്കിൽ പെയിൻ കില്ലറൊക്കെ കഴിക്കുന്ന ആളുകളായിരിക്കാം. ചിലപ്പം ഡെയിലി ഈ തലവേദന വരുന്നുണ്ടാവാം. ചില ആളുകളിൽ വീക്കിലി വൺസ് ആയിട്ട് വരുന്നുണ്ടാവാം. ചില ആളുകളിൽ മാസത്തിൽ ഒരു തവണ. പ്രത്യേകിച്ച് ചിലപ്പം ലേഡീസിനെ നോക്കുകയാണെങ്കിൽ അവർക്ക് പീരീഡ്സ് സമയത്തിലൊക്കെ ഇത് വല്ലാതെ കൂടുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ടാവാം. ഒരുപാട് കാലമായിട്ടുള്ള അസിഡിറ്റി ഒക്കെ ആണെങ്കിൽ അത് അൾസർ ആവാം. പിന്നീട് ഈ അൾസർ കൂടിക്കഴിഞ്ഞാൽ ക്യാൻസർ വരെ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ വേണ്ട ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ടെസ്റ്റുകളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ ഉപ്പിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗവും അതുപോലെ തന്നെ പഞ്ചസാരയുടെ അമിതമായിട്ടുള്ള ഉപയോഗമൊക്കെ ഈ ബാക്ടീരിയാസിൻ്റെ ഒക്കെ ഗ്രോത്ത് കൂട്ടും. അപ്പോൾ അതൊക്കെ മാക്സിമം കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് വെയിറ്റ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ വെയിറ്റും മാക്സിമം കുറയ്ക്കുക. ഇപ്പം ലേഡീസിൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഫാറ്റി ലിവറും കൂടി, ഈ മൈഗ്രെയിൻ തലവേദന ഉള്ള ആളുകൾ കുറച്ച് വണ്ണം കൂടി ഉണ്ടെങ്കിൽ ഫാറ്റി ലിവർ വരാൻ ചാൻസ് കൂടുതലാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, QNP ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഇന്ന് നമുക്ക് മൈഗ്രെയിൻ തലവേദനയെ കുറിച്ചിട്ട് നോക്കാം. മൈഗ്രെയിൻ തലവേദന ഒരുപാട് ആളുകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് മെഡിസിൻസ് അല്ലെങ്കിൽ പെയിൻ കില്ലറൊക്കെ കഴിക്കുന്ന ആളുകളായിരിക്കാം. ചിലപ്പം ഡെയിലി ഈ തലവേദന വരുന്നുണ്ടാവാം. ചില ആളുകളിൽ വീക്കിലി വൺസ് ആയിട്ട് വരുന്നുണ്ടാവാം. ചില ആളുകളിൽ മാസത്തിൽ ഒരു തവണ. പ്രത്യേകിച്ച് ചിലപ്പം ലേഡീസിനെ നോക്കുകയാണെങ്കിൽ അവർക്ക് പീരീഡ്സ് സമയത്തിലൊക്കെ ഇത് വല്ലാതെ കൂടുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ടാവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പെയിൻ കില്ലേഴ്സൊക്കെ കഴിച്ചിട്ടും നിങ്ങൾക്ക് യാതൊരു മാറ്റവും കിട്ടുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ CT സ്കാനോ അല്ലെങ്കിൽ MRI സ്കാനോ ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടാകും. അതിലൊക്കെ നിങ്ങൾക്ക് എല്ലാം പെർഫെക്റ്റ് ആണ്, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ തലവേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ തലവേദന വരുന്നത്, ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ മലയാളത്തിൽ നമ്മളിതിനെ ചെന്നിക്കുത്ത് എന്നാണ് പറയുന്നത്. പലർക്കും പല രീതിയിലാണ് വരുന്നത്. ഒരുപാട് വർഷങ്ങളായിട്ട് ഈ തലവേദന അനുഭവിക്കുന്ന ആളുകളും ഉണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികളുടെ കേസ് നോക്കുകയാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഈ തലവേദന കണ്ടുവരുന്നുണ്ട്. അതുമൂലം അവർക്ക് പഠിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇത് 4 മണിക്കൂർ മുതൽ 3 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന തലവേദനയായിരിക്കാം. ഒരാൾക്ക് ചിലപ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാലൊക്കെ ഈ തലവേദന മാറും. അല്ലെങ്കിൽ ഒന്ന് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഒക്കെ ഈ തലവേദന കുറഞ്ഞു വരുന്നത് കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി, അതായത് ഈ തലവേദന വരുന്നതിൻ്റെ മുൻപേ നമുക്കൊരു സിഗ്നൽ കിട്ടും. അതായത് എനിക്ക് തലവേദന വരുന്നുണ്ട്, മൈഗ്രെയിൻ ഹെഡേക്ക് വരുന്നുണ്ട്, അപ്പോൾ ഇന്നൊരു കംപ്ലീറ്റ് ഡേ എൻ്റെത് പോവുകയാണ് എന്നൊക്കെ നമുക്ക് ആദ്യമേ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ചിലപ്പം ഒരു വൺ സൈഡായിട്ടായിരിക്കും ഈ തലവേദന വരുന്നുണ്ടാവുക. കണ്ണിന് ചുറ്റും ഒരു വേദന വരാം, അല്ലെങ്കിൽ ഒരു സൈഡിൽ കാഴ്ചയ്ക്ക് ഒരു കുറവ് പോലെ അല്ലെങ്കിൽ മങ്ങുന്ന പോലെ. പിന്നീട് ആ തലവേദന ഈ നെറ്റിയുടെ ഒരു വൺ സൈഡിൽ വന്നിട്ട് പുറകു വശത്തൊക്കെ നല്ല രീതിയിൽ എന്തോ ഒന്ന് തട്ടുന്ന പോലെ, അതായത് വല്ലാത്തൊരു വിങ്ങലാണ് അവർക്ക് ഉണ്ടാവുന്നത്. ഈ വേദനേനെ തന്നെ നമ്മൾ പൾസേറ്റിംഗ് പെയിൻ എന്നൊക്കെ പറയും. ഒരു വിങ്ങുന്ന രീതിയിലുള്ള പെയിൻ എന്നാണ് മൈഗ്രെയിൻ തലവേദനയിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് മൈഗ്രെയിൻ തലവേദന വരുന്നത്? ഒരുപാട് അസ്വസ്ഥതകൾ അവർക്കുണ്ടാവും. ഈ സമയത്ത് ചിലപ്പം അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ലൈറ്റ് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്തും അവിടെയും ഒരു ഫുഡ് കഴിക്കാൻ തോന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് എന്നെ ഛർദ്ദിക്കാൻ വരിക, അല്ലെങ്കിൽ ശക്തമായിട്ട് വെയിൽ കൊള്ളുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒന്ന് യാത്ര ചെയ്യുന്ന സമയത്ത്, കാറ്റടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒന്ന് മുടി ടൈറ്റാക്കി കെട്ടിയാൽ. ഈ കാരണങ്ങളൊക്കെ അവരെ ഒന്ന് ട്രിഗർ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ്. ഓൾറെഡി തലവേദന വന്നു, പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മൂലം അത് വല്ലാതെ അങ്ങ് കൂടും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആളുകളിൽ നോർമലായിട്ട് കണ്ടുവരുന്ന കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹെഡേക്ക് സൈനസൈറ്റിക് ഹെഡേക്ക് ഞാൻ പറഞ്ഞു. പിന്നെ ഉള്ളതൊന്ന് മൈഗ്രെയിൻ ആണ്. മറ്റൊന്ന് ക്ലസ്റ്റർ ഹെഡേക്ക് ആണ്. ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് ചുറ്റും ആ ഒരു പെയിൻ വല്ലാതെ വന്നിട്ട് ഫോർഹെഡിലോട്ട് വരുന്നതാണ് ക്ലസ്റ്റർ ഹെഡേക്ക്. അത് കൂടുതലും കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, അതായത് ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്ന, സ്ക്രീൻ ടൈം കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ആളുകളിലൊക്കെയാണ് ഈ ഒരു ക്ലസ്റ്റർ ഹെഡേക്ക് വരുന്നത്. മറ്റൊന്ന് ടെൻഷൻ ഹെഡേക്കാണ്. ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയുന്നത് നമ്മുടെ നെർവ്സിനും മസിൽസിനും, ഫോർഹെഡിലുള്ള നെർവ്സിനും മസിൽസിനൊക്കെ വരുന്ന ടെൻഷൻ മൂലം വരുന്നതാണ് ടെൻഷൻ. മറ്റൊന്ന് ഗ്യാസ്ട്രിക് ഹെഡേക്കാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരു നേരത്തെ ഫുഡ് സ്കിപ്പ് ചെയ്ത് പോയാൽ, അല്ലെങ്കിൽ ഗ്യാസിൽ ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു തലവേദന വരും. പക്ഷേ നിങ്ങൾ അതിനുള്ള എന്തെങ്കിലും ഒരു റെമഡി എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചാൽ നിങ്ങൾക്കത് ഓക്കെ ആവും. ആ തലവേദന കംപ്ലീറ്റ് ആയിട്ട് മാറും. ഗ്യാസ്ട്രിക് അല്ലെങ്കിൽ വരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിലെ ബാക്ക് സൈഡിലുള്ള എല്ലുകൾക്ക് വരുന്ന തേയ്മാനം കൊണ്ടും നമുക്ക് തലവേദനയും അങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി ഇത് കൂടുതലായിട്ടും ആരിലൊക്കെയാണ് കണ്ടുവരുന്നതെന്ന് നോക്കാം. അപ്പോൾ പ്രായപൂർത്തിയാവുന്ന സമയത്താണ് ഇത് കൂടുതൽ, അതായത് ഒരു 18 വയസ്സൊക്കെ കഴിയുന്ന കുട്ടികളിലൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഒരു തലവേദന കണ്ടുവരുന്നത്. പക്ഷേ ഫുഡ് പാറ്റേണിലൊക്കെ ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചെറിയ